മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട ശ്രുതി പ്രതിശ്രുത വരൻ ജെൻസന്റെ തണലിൽ ജീവിതത്തിലേക്ക് മടങ്ങുകയായിരുന്നു. വാഹനാപകടത്തിന്റെ രൂപത്തിൽ ജെൻസനെയും മരണം കവരുമ്പോൾ ശ്രുതിയെ ആശ്വസിപ്പിക്കാൻ ആർക്കും വാക്കുകളില്ല. ഒന്നും പേടിക്കേണ്ട, ധൈര്യമായിട്ടിരിക്കുക. ഞാൻ പത്രവും ടി വിയിലൊക്കെ കണ്ടിരുന്നു. ജെൻസൺ പറഞ്ഞ ഒരു വാചകമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. എനിക്കെന്തെങ്കിലും സംഭവിച്ചിരുന്ന ശ്രുതിക്ക് ആരുണ്ടാവും എന്നുള്ള ആ ഒരു വാചകം പലയിടത്തും കേട്ടിട്ടുള്ളത്. അപ്പം നമുക്ക് പ്രകൃതിയുടെ ഭാഗമായിട്ട് നമുക്കൊക്കെ മുമ്പോട്ട് പോയാലേ പറ്റുള്ളൂ. എല്ലാവർക്കും ഇന്ന് ഞാൻ നാളെ എന്ന് പറഞ്ഞ പോലെ സൃഷ്ടാവും ഇതൊക്കെ വരുന്നൊക്കെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാവുന്ന മനോധൈര്യം ഉണ്ടാവുക. നഷ്ടപ്പെട്ടൊന്നും ആർക്കും തിരിച്ചു കിട്ടുന്നില്ല. നമുക്കതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പറ്റാവുന്ന ആശ്വസിപ്പിക്കുക, പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരാം. ബാക്കിയൊന്നും നമ്മുടെ കയ്യിലല്ല. എന്തായാലും 2 കാര്യങ്ങളാണ് എനിക്ക് അറിയിക്കാൻ തോന്നുന്നത്. ജെൻസന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ശ്രുതി സേഫായിട്ടൊരു വീട്ടിൽ അടച്ചുറപ്പുള്ള സ്ഥലത്ത് വീട് വെച്ച് തരാനുള്ളൊരു ആഗ്രഹമുണ്ട്.